ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അടുക്കളയിൽ വലിയ തിരക്കിലാണ് ഫിലോമിനയും പ്രസന്നയും. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. ഇന്ന് മീനാക്ഷിയുടെ പെണ്ണുകാണൽ ചടങ്ങാണ്. അതായത് ഫിലോമിനെ കൊണ്ടുവന്ന മനോജിൻ്റെ ആലോചന. അങ്ങനെ ചായ ആയില്ല അമ്മേ എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, നീ അത് നോക്ക്. ഫിലോമിനയോട് മീനാക്ഷി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം കളിച്ച നാടകം അതൊട്ടും ശരിയായില്ല കേട്ടോ, അത് മോളെ എന്നോട് ക്ഷമിക്കണം. മനോജ് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുണ്ടെന്ന് കേട്ടപ്പോൾ അവരെന്തൊരു തൃപ്തിക്കേട് കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ നിന്നെ ബോധിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷി കൊച്ചിന് ആരെയും അയക്കാനുള്ള സൗന്ദര്യമുണ്ടല്ലോ. ചേച്ചി മതി, നിർത്ത്, ഒരുപാട് അങ്ങോട്ട് കളിയാക്കണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ തുളസിയാണെങ്കിൽ മനോജിനെയും അവൻ്റെ അമ്മാവനെയും വീട്ടിലേക്ക് ക്ഷണിച്ചകത്തിരുത്തുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ തുളസി പ്രസന്നയോട് ചായയുമായിട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ മനോജിൻ്റെ അമ്മാവൻ പറയും, അതെ, കൊച്ചിന് എന്ത് കൊടുക്കും, സ്വർണവും പണമായിട്ടൊക്കെ? അത് പിന്നെ ആദ്യം ചെറുക്കനും പെണ്ണും കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ടല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ ആദ്യം നമുക്കൊരു ചായ കുടിക്കാം. എന്തായാലും അവിടേക്ക് മീനാക്ഷി ചായയുമായിട്ട് വരികയാണ്. അങ്ങനെ മീനുവിനെ കാണുമ്പോൾ തന്നെ അമ്മാവനും ഇഷ്ടമാവുന്നുണ്ട്. പിന്നീട് മനോജാണെങ്കിൽ മീനാക്ഷിയോട് സോറി ചോദിക്കുന്നു. അതെ, അന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചതിൽ മാപ്പാക്കണം കേട്ടോ. മീനാക്ഷി അറിയാതെ അതൊന്നും കുഴപ്പമില്ലെന്ന് മീനാക്ഷി പറയുന്നു. അങ്ങനെ അവിടേക്ക് കല്ലുമൂളി വരികയാണ്. അത് ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം? കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞ് നിങ്ങൾ നോക്കില്ലേ എന്നിങ്ങനെ പ്രസന്നയോടും തുളസീധരനോടും ചോദിക്കുമ്പോൾ, കുഞ്ഞിനങ്ങനെ മറ്റാർക്കും ഏൽപ്പിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. ഇതിൻ്റെ യഥാർത്ഥ അവകാശി വരുന്നത് വരെ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാകും? ആ തറവാട്ടിലേക്ക് ഈ കുഞ്ഞുമായിട്ട് വരാനായിട്ട് കഴിയില്ല. അങ്ങനെ കഴിയുന്ന തറവാട്ടിലേക്ക് ഞാൻ പോകുന്നുള്ളൂ എന്ന് മീനാക്ഷി പറയുന്നു. അല്ല, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം കല്യാണക്കാര്യം. കല്യാണ സമയത്ത് കതിർമണ്ഡപത്തിലേക്ക് ഒരു കൊച്ചിനെയും കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അത് മോശമാണ്. മാത്രമല്ല, വരുന്നവിടത്തൊക്കെ എനിക്ക് സമാധാനം പറയണ്ടേ, അല്ലെങ്കിൽ കഥ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അത് പറ്റില്ല എന്ന് മനോജ് തീർത്ത് പറയുന്നു. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെടണമല്ലോ. അങ്ങനെ വീണ്ടും അമ്മാവനാണെങ്കിൽ കൊച്ചിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് മീനാക്ഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല, തുളസീധരനും. അങ്ങനെ ആലോചിച്ചിട്ട് തീരുമാനം പറയാമെന്ന് തുളസി പറയുന്നുണ്ട്. ഫിലോമിന് പറയുകയാണ്, അതെ മനോജ്, നിൻ്റെ തീരുമാനമാണ് അറിയേണ്ടത്. നിനക്ക് കൊച്ചൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, ആലോചിച്ചിട്ട് പറയാം. അങ്ങനെ അവിടെ നിന്നും മനോജും അമ്മാവനും ഒരു ബുദ്ധിമുട്ടോടുകൂടിയിട്ട് ഇറങ്ങി പോവുകയാണ്. തുളസീധരനാണെങ്കിൽ അവർക്ക് പുറകെ പോകുന്നുണ്ട്. മീനാക്ഷിക്കാണെങ്കിൽ ആ ഒരു ആലോചന തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടും വിഷമായിട്ടൊക്കെ തോന്നുകയാണ്. അവൾ കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോകുന്നു. ഫിലോമിനിക്ക് എന്തോ പോലെ ആവുകയാണ് മീനാക്ഷിയുടെ ഒരു വിഷമമൊക്കെ കണ്ടിട്ട്. പിന്നീട് മഞ്ജു ആണെങ്കിൽ രാത്രി വിളിക്കുന്നു. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? എടി, നീ ഇന്നലെ വിളിച്ചല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും? എന്താ, എനിക്ക് ചേച്ചിയെ വിളിക്കാൻ പാടില്ലേ? മഞ്ജു ആണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ്. അവൾ ചോദിക്കുന്നുണ്ട്, ഈ ആലോചനയും മുടക്കി വിട്ടല്ലേ ചേച്ചി? ചേച്ചി എന്താ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്? ഒരാലോചനയും ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എടി, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇഷ്ടപ്പെടാത്തൊരു ഭാവിയിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് എനിക്ക് വഴങ്ങി കൊടുക്കാനൊന്നും പറ്റില്ല. എനിക്കും എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. എൻ്റെ കല്ലുമൂളി ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ, ചേച്ചിയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സുനിലിൻ്റെ വീട്ടുകാരെ ആ പാവത്തിനെ വല്ലാതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവും. എടി, അതിന് നിൻ്റെ കാര്യത്തിൽ ആർക്കാവും ഇപ്പോൾ അത്ര അനിഷ്ടം? അച്ഛൻ നിൻ്റെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ലേ? അതൊന്നുമല്ല, ചേച്ചിയുടെ കല്യാണം കഴിയാതെ അച്ഛൻ ഒരിക്കലും എൻ്റെ കല്യാണത്തിന് സമ്മതിക്കില്ല. അതൊക്കെ നിൻ്റെ തോന്നല. നിനക്ക് നാളെ തന്നെ വേണമെങ്കിൽ സുനിലിനെ വിവാഹം കഴിക്കാം. പക്ഷേ ഞാനൊരു തടസ്സമായി നിൽക്കില്ല. അങ്ങനെ മഞ്ജു വീണ്ടും മീനാക്ഷിയെ കുറ്റപ്പെടുത്തണം. അപ്പോൾ എൻ്റെ കൊച്ച് നിനക്കൊരു ഭാരമായി തുടങ്ങിയല്ലേ? നീ അതിനോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണല്ലേ? ഒന്ന് ഓർക്കണം മഞ്ജു, ആ കുഞ്ഞു കാരണം കൊണ്ടാണ് ഇപ്പോൾ നീ സുനിലിനെ പോലും കണ്ടുമുട്ടിയത്. അല്ലാതെ നിൻ്റെ ഒരിഷ്ടങ്ങൾക്കും എൻ്റെ കുഞ്ഞ് ഞാനും തടസ്സം നിൽക്കില്ല. ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നിൻ്റെ കല്യാണം നാളെ തന്നെ നടത്താനാണെങ്കിൽ അച്ഛനോട് പറയാം. ഇതൊക്കെ കേട്ട് മഞ്ജുവിനാണെങ്കിൽ വിഷമാവുന്നുണ്ട്. മീനാക്ഷിക്ക് നന്നായി തന്നെ വിഷമായി എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ മീനുവാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ രാവിലെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് തുളസിയാണെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ചന്ദ്രമോഹൻ തുളസീധരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ആദ്യം അയാൾ അതിനെ പുച്ഛിച്ച് തള്ളിവിടുകയാണ്, എടുക്കാതെ വെക്കുന്നു. വീണ്ടും ചന്ദ്രമോഹൻ വിളിക്കുമ്പോൾ മനസ്സോട് കൂടിയിട്ട് തുളസീധരനാണെങ്കിൽ ഫോൺ എടുക്കുകയാണ്. എന്താ സാറ് വിളിച്ചപ്പോൾ ആദ്യം എടുക്കില്ലെന്ന് വിചാരിച്ചതാ, അതുകൊണ്ടാണ് ഞാൻ കട്ടാക്കി വിട്ടത്. പിന്നെ വെറുതെ വിളിക്കുമല്ലോ, എന്താ കാര്യം? അത് നമ്മൾ തമ്മിലൊരു കരാറുണ്ട്. പല കരാറുകളും കാലാവധി കഴിഞ്ഞാൽ തീരും. അങ്ങനെയുള്ള കരാറല്ലല്ലോ തുളസി ചേട്ടാ നമ്മൾ തമ്മിലുള്ളത്. ഏട്ടൻ മറന്നെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. ലക്ഷങ്ങളുടെ കരാറാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? കൊച്ചിനെ കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ തുളസീധരൻ പറയുന്നു. മറുത്തൊന്നും പറയാൻ ഇടം കൊടുക്കാതെ തുളസിയാണെങ്കിൽ ഫോൺ വയ്ക്കുകയാണ്. ചന്ദ്രമോഹനാണെങ്കിൽ തുളസീധരൻ്റെ മനസ്സ് മാറിയത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് തുളസിയാണെങ്കിൽ ധൃതിപ്പെട്ട് എവിടേക്കോ പോകാനായിട്ട് നിൽക്കുന്നു. തുളസിയുടെ ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷിയുടെ തുളസി ചോദിക്കുന്നുണ്ട്, മോളെ എല്ലാ ആലോചനകളും ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ മതിയോ?
പിന്നെ ആ ഫിലോമിനെ കൊണ്ടുവന്ന ആലോചന എന്തായെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്താ മോളെ അച്ഛനൊരു മറുപടി കൊടുക്കേണ്ടത്? അച്ഛാ, കല്ലുമോളെ ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതം വേണ്ട. അടുത്തായി തന്നെ എനിക്കൊരു ടീച്ചറായിട്ട് പോസ്റ്റിംഗ് കിട്ടും. അപ്പം ഞാനും കല്ലുമോളും ജീവിച്ചോളാം. നിങ്ങൾക്ക് ആർക്കൊരു ബുദ്ധിമുട്ടാവില്ല. മോളെ, ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു നീ ഒരു ബുദ്ധിമുട്ടാണെന്ന്? അല്ലച്ചാ, ഞാൻ പറഞ്ഞത് മാത്രം. ഇന്നത്തെ കാലത്ത് എത്ര പേരാ സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കുന്നത്? എൻ്റെ മോളുടെ യഥാർത്ഥ അവകാശം വരുന്നത് വരെ ഞാൻ അവൾക്ക് കൂട്ടായി തന്നെ ഇരിക്കും. അവളെ മറ്റാരെയും ഏൽപ്പിക്കില്ലെന്ന് പറയുമ്പോൾ അത് പിന്നെ ഞങ്ങൾ അവളെ നേരെ നോക്കില്ല എന്നാണോ? അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, അവളുടെ അച്ഛൻ വരുന്നത് വരെ എനിക്ക് അവളെ നോക്കിയേ മതിയാവൂ. അതെൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്യും. പിന്നെ അവരോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തുളസിയാണെങ്കിൽ ആ ഒരു സത്യം മീനാക്ഷിയോട് പറയുകയാണ്. ചന്ദ്രമോഹൻ ഇന്നലെ വിളിച്ചിരുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തോ പ്രത്യേകിച്ച് തീരുമാനിക്കാനുണ്ടെന്ന് തോന്നുന്നു. വളരെ സീരിയസ് ആയി തന്നെയാണ് അയാൾ സംസാരിച്ചെന്ന് പറയുമ്പോൾ മീനാക്ഷിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ഷർട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു അയൺ ബോക്സ് വെക്കുന്നുണ്ട്. മോളെ, നീ എന്താ മനസ്സ് വിടല്ലേ, ആ ഷർട്ട് കരിഞ്ഞു പോകും, അതങ്ങോട്ട് എടുക്കും. അങ്ങനെ വേഗം തന്നെ മീനാക്ഷി സ്വഭാവത്തിലേക്ക് വന്ന് ആ അയൺ ബോക്സ് മാറ്റി വെക്കുകയാണ്. മോളെ, നീ വിഷമിക്കല്ലേ, കല്ലുമോളെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ്. അങ്ങനെ തുളസീധരനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കല്ലുവിൻ്റെ ഒരു ഉടുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. പുത്തൻ ഉടുപ്പാണ്, നീയാണ് കേടുവരുത്തിയതെന്നൊക്കെ പറഞ്ഞ് അവളത് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഒരു കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. വേഗം തന്നെ മീനാക്ഷി പോയി നോക്കുമ്പോൾ അതിൽ നിന്നും ഇറങ്ങി വരുന്നത് ചന്ദ്രമോഹനാണ്. പെട്ടെന്ന് ആ തുന്നിക്കൊണ്ടിരിക്കുന്ന സൂചി മീനാക്ഷിയുടെ കയ്യിൽ തറച്ച് ചോര വരികയാണ്. അവളുടെ മനസ്സാകെ പിടയുന്നു. കല്ലുമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാനാണോ അല്ലെങ്കിൽ കല്ലുമോളെ കൊണ്ടുപോകാനാണോ വരുന്നത് എന്നുള്ള കാര്യം അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമോഹനാണെങ്കിൽ തുളസിയേട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പ്രസന്ന പുറത്തേക്ക് വരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ പ്രസന്നയ്ക്ക് ഒരു വിറയലാണ് ഉണ്ടാകുന്നത്. അവരാണെങ്കിൽ ഞെട്ടിത്തരിച്ചങ്ങ് നിൽക്കുന്നു. എന്താ ചേച്ചി, ആദ്യമായിട്ട് കാണുന്നത് പോലെ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചന്ദ്രമോഹനാണ്. മനസ്സിലായി. ഇവിടെ ചേട്ടനില്ല. പിന്നീട് വായോ. അയ്യോ, എനിക്ക് മീനാക്ഷിയെ കണ്ട് സംസാരിച്ചാലും മതി. ഇല്ല, അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല എന്ന് തുളസിധരൻ വന്നിട്ട് തുളസിയേട്ടൻ വന്നിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പ്രസന്നയാണെങ്കിൽ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. അവിടേക്ക് കല്ലുമോൾ വരുന്നുണ്ട്. ഓടിക്കൊണ്ടാണ് അവൾ വരുന്നത്. ആഹാ, ഇത് നമ്മുടെ മോളാണ്. കല്ലുമോളെ ചന്ദ്രമോഹൻ എടുക്കാനായിട്ട് പോകുമ്പോൾ വേഗം തന്നെ പ്രസന്ന അത് തടയുകയാണ്. വേണ്ട, കുഞ്ഞിനെ എടുക്കണ്ട, അവൾ കരയും, പേടിപ്പിക്കാതെ സാർ പോവാൻ നോക്ക്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനെ അവിടെ നിന്നും ആട്ടിവിടുന്നു. അങ്ങനെ അയാളാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം മീനാക്ഷിയാണെങ്കിൽ കയ്യിൽ നിന്നും ചോര ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ മറ്റൊരു ലോകത്താണ്. കാരണം കല്ലുമോളെ പിരിയേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയും വിഷമവും അവളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.